ഹായ് ഗൈസ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് ചൂര മീൻ കറി വെച്ചാലോ? അതിന് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. മീൻ ഇവിടെ ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് തേങ്ങ വേണം. നമുക്ക് ആവശ്യത്തിന് തേങ്ങ, മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്. പിന്നെ പുളി, ചെറിയൊരു പീസ് പുളിയെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളേ. കാരണം ഞാനിതിലേക്ക് പച്ചമാങ്ങ ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പുളിയും കൂടെ കാണും. പച്ചമാങ്ങ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറിയ കട്ടി കുറച്ചിട്ട്. പിന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു പകുതി മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി നടുക്കിനി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ ഒരു 5-6 പീസ് ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും എല്ലാമായിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. അതിന് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി കുറച്ച് വലിയ പീസായതുകൊണ്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാമേ നമുക്ക്. ഗൈസ്, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ ഗൗരി പാർവതി വ്ളോഗ്സ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതപ്പം മീൻ കറിക്ക് നല്ലൊരു നിറം കിട്ടും കേട്ടോ. പിന്നെ 1 സ്പൂൺ സാദാ മുളക് പൊടി. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്താം കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എടുത്തു വെച്ചിട്ടുള്ള പുളിയും കൂടെ അതിലോട്ട് ആഡ് ചെയ്തിട്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഒരുപാട് മഷി പോലെ അരിയണ്ട കേട്ടോ. മീനിനൊക്കെ നമ്മൾ കുറച്ച് തരിയായിട്ട് ഉള്ള രീതിക്ക് അരച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതുപോലെ പച്ച അരച്ച് വെക്കുന്ന, അതായത് നമ്മൾ വറുക്കാതെ, തേങ്ങ വറുക്കാതെ അരയ്ക്കില്ല, അതിനെയാണ് നമ്മൾ പച്ച അരച്ച് വെക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പച്ച അരച്ച് വെക്കുന്ന മീനൊക്കെ ഒത്തിരി അങ്ങ് അരയണ്ട, മഷി പോലെ അരയണ്ട, ഇങ്ങനെ അരഞ്ഞാൽ മതി. ഇനി അത് നല്ലപോലെ മീനിൽ മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത്. ഒത്തിരി അങ്ങ് വെള്ളം ആവണ്ട, കാരണം മീൻ വേവുന്ന സമയത്ത് അതിൽ നിന്നും വെള്ളം ഇറങ്ങും. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മിക്സ് ചെയ്ത് നല്ലപോലെ മീനുമായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടില്ലേ മാങ്ങ, മുരിങ്ങയ്ക്ക, പച്ചമുളക്, ഇതെല്ലാം നമുക്ക് ഈ സമയത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് വെക്കുന്നുണ്ട്. മീൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് തവി കൊണ്ട് ഇളക്കാൻ പാടില്ല, മീൻ പീസ് പൊടിഞ്ഞു പോവും. ഇനി നമുക്ക് അതൊന്ന് ചുറ്റിച്ചതിന് ശേഷം ഇതെല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടെ ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് വേവിച്ച് എടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതിയേ, ഇല്ലെങ്കിൽ മീൻ അടിയിൽ പിടിച്ച് പോകും കേട്ടോ. അതെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ചുറ്റിച്ച് വെച്ചിട്ട് വീണ്ടും അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചുറ്റിച്ച് വെച്ച് കൊടുക്കണം. ഒരു 15-20 മിനിറ്റ്സിൽ നമുക്ക് മീൻ കറി റെഡിയാവും കേട്ടോ.
ഇപ്പം മീനൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉലുവ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മീൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കമൻസിലൂടെ അഭിപ്രായമൊക്കെ അറിയിക്കണം. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഗായ്സ്.